പോലീസിനെ വെല്ലുവിളിച്ച കേസിൽ അർജുൻ നായകിക്കെതിരായ അന്വേഷണം ശക്തമാക്കുന്നു. ഒളിവിൽ കഴിയുന്ന അർജുനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒളിയിടം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ അർജുൻ നായകിക്കെതിരെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കോതമംഗലത്തെ കേസിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി. അതേസമയം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ച് അർജുൻ രംഗത്തെത്തിയിരുന്നു. താൻ കീഴടങ്ങില്ല, പറ്റുമെങ്കിൽ പിടികൂടാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ലക്ഷ്യമിട്ട് ഫേസ്ബുക്കിലൂടെ അർജുൻ പ്രതികരിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി എന്താണ് വരുന്നതെന്ന് നോക്കൂ എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഞാനും എന്റെ സുഹൃത്തുക്കളും പ്രതി ചേർക്കപ്പെട്ട കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടണം. ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കള്ളക്കേസ് എടുത്ത് അധികാര ദുരുപയോഗം നടത്തിയ CI പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കണം. അങ്ങനെ ചെയ്താൽ ഞാൻ നേരിട്ട് വന്ന ആഭ്യന്തരമന്ത്രിയെ പൊന്നാട അണിയിക്കുമെന്നാണ് അർജുൻ പോസ്റ്റിൽ കുറിച്ചത്. എന്നാൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഇന്ന് അർജുൻ നായകി വിശദീകരണവുമായി രംഗത്തെത്തി. താൻ പോലീസിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേസിൽ കീഴടങ്ങാൻ താൻ തയ്യാറായിരുന്നുവെന്നും അതിനിടയിലും പോലീസ് തന്റെ സുഹൃത്തുക്കളെ പിന്തുടർന്ന് സമ്മർദ്ദത്തിലാക്കുകയായിരുന്നുവെന്നുമാണ് അർജുൻ ആരോപിച്ചത്.